നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് 6 ലക്ഷത്തിലധികം പരാതികൾ. മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും അധികം പരാതികൾ കിട്ടിയത്, 80,885. എന്നാൽ ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികൾ എത്രയെന്ന കണക്ക് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 36 ദിവസങ്ങൾ നീണ്ട മന്ത്രിസഭയുടെ സംസ്ഥാന യാത്ര. ഏതാണ്ട് എല്ലായിടത്തും പതിനായിരങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാനെത്തി. പരാതികളുടെ കുത്തൊഴുക്ക് തന്നെയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 6,21,167 പരാതികൾ ഇതുവരെ ലഭിച്ചു. എറണാകുളത്തെ പര്യടനം 2 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ കണക്കുകൾ വീണ്ടും ഉയരും. 16 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും അധികം പരാതികൾ. രണ്ടാമതുള്ള പാലക്കാട്ട് നിന്ന് ലഭിച്ചത് 61,204 പരാതികളാണ്. തൃശൂർ 54,260, ആലപ്പുഴ 53,044, കൊല്ലം 50,938, കോഴിക്കോട് 45,897, കോട്ടയം 42,656, ഇടുക്കി 42,234, കണ്ണൂർ 28,584, പത്തനംതിട്ട 23,610, വയനാട് 18,823 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ നിന്നുള്ള പരാതി കണക്ക്. പരാതി പരിഹാരം മോണിറ്റർ ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത്. ജില്ലകളിൽ കളക്ടർക്ക് പുറമെ മറ്റൊരു ഉദ്യോഗസ്ഥനും ചുമതല നൽകും. സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ച് പരാതി പരിഹാരം വേഗത്തിലാക്കാനും ആലോചനയുണ്ട്. ജില്ലകളിലെ ചുമതലക്കാരുണ്ടാകും. ഓരോ വകുപ്പുകളും ആ വകുപ്പുകളുടെ കീഴിലുള്ള പരാതികളിൽ ഏതറ്റം വരെ പോയി പരിഹരിക്കാം എന്ന കാര്യങ്ങൾ പരിശോധിക്കും. നയപരമായ തീരുമാനങ്ങൾ വേണ്ട പരാതികളിൽ സർക്കാർ തീരുമാനമെടുക്കും. എന്നാൽ എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ നവകേരള സദസ്സ് പൂർത്തിയായെങ്കിലും ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികളുടെ കണക്ക് ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. സമയബന്ധിതമായി പരാതി പരിഹരിക്കാൻ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം കൃത്യമായ മറുപടിക്ക് മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല.